ആസിഫ് അലിയുടെ ഒരു സിനിമയിലെ ഒരു സീനിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരുപാട് ആളുകൾക്ക് ഹൃദയസ്പർശിയായ ഒരു സീൻ. മലയാള സിനിമയിൽ കുറെ സീക്വൻസുകളും സീനുകളൊക്കെ ഉണ്ട്. നമുക്ക് മാതൃകയാക്കാവുന്ന, നമുക്കത് ഉൾക്കൊള്ളാവുന്ന, അത് സ്പ്രെഡ് ചെയ്യിക്കാവുന്ന നല്ല മെസ്സേജുകളൊക്കെ കുറെ ഉണ്ട്. പക്ഷേ ഈ സീൻ നമുക്കൊന്ന് കാണാം, കണ്ടിട്ട് ബാക്കി പറയാം. ഒരു ചായ. അല്ലക്ക, ഞാൻ ചായ പറഞ്ഞു. ഇപ്പൊ ചോറ് കഴിക്കേണ്ട സമയമല്ലേ? ചോറ് കഴിക്കും. 40 കൊല്ലയില് മോനെ ഈ കടയിൽ ഞാനും ഇവിടെ കയറി വരുന്ന ഒരാളെ മുഖം കണ്ടാ ഊനിക്ക് എന്താ വിളമ്പിട്ടെന്നൊക്കെ എനിക്കറിയാം. ഈ ഒരു സീൻ കാണുമ്പോൾ സാധാരണ ആളുകൾക്ക് ചിലപ്പോൾ ഒരു സിനിമയിൽ ഒരു സീൻ മാത്രമായിട്ട് ഇങ്ങനെ കണ്ടുപോകും. പക്ഷേ ഈ സീനിന്റെ ഒളിച്ചിരിക്കുന്ന ഒരു മാജിക് ഉണ്ട്. വിശപ്പ് അറിഞ്ഞ് ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു മാജിക് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും കൂടി, ഡയറക്ടർ മാത്രമല്ല ആ 2 ആക്ടേഴ്സും കൂടി ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേർക്ക് നമ്മളൊക്കെ ആവുന്ന രീതിയിൽ ഒരു പക്ഷേ ഒരു ദിവസം ഒരു ചായക്ക് ഒരു പാപ്പത്തിന് മേടിച്ചു കൊടുക്കാൻ കഴിയും. അതെങ്കിലും നമ്മൾ ചെയ്യും. ഒരിക്കലെങ്കിലും വിശപ്പിന്റെ വില അറിയുന്ന ചില സിറ്റുവേഷനിലൊക്കെ പണ്ടൊക്കെ പെട്ടുപോകുമ്പോൾ, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ലൈഫിലും വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവാം. കുറെ പേരുടെ ഒരു 70% ആളുകൾക്കും ചില സിറ്റുവേഷനിൽ പെട്ടുപോയി ആഹാരം കഴിക്കാൻ നിവൃത്തില്ലാതെ, വെള്ളം കുടിക്കാൻ നിവൃത്തില്ലാതെ പെട്ടുപോയ സിറ്റുവേഷനുള്ള ആളുകൾക്ക് മനസ്സിലാവും വിശപ്പിന്റെ വില എന്താണെന്ന്. അവരൊരിക്കലും ഒരു ആഹാരം ചോദിച്ചു വരുന്ന ഒരാൾക്ക് മുന്നിൽ നോ പറയാറില്ല. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ആഹാരം ചോദിച്ച് നമ്മളൊരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കണമെന്നുള്ളത്, അല്ലെ? നമ്മളൊക്കെ 10 രൂപയെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സീനുകൾ ഒരുപാട് ഇൻസ്പിറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയ സ്ക്രിപ്റ്റ് റൈറ്റർക്കും സംവിധായകനും ഈ 2 ആസിഫ് അലിയും അതുപോലെ തന്നെ ഈ ആസിഫ് അലിയുടെ കൂടെ അഭിനയിച്ച ആ മനുഷ്യരും ഒക്കെ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. അല്ലക്ക, ഞാൻ ചായ പറഞ്ഞു. ഇപ്പൊ ചോറ് കഴിക്കേണ്ട സമയമല്ലേ? ചോറ് കഴിക്കും. 40 കൊല്ലയില് മോനെ ഈ കടയിൽ ഞാനും ഇവിടെ കയറി വരുന്ന ഒരാളെ മുഖം കണ്ടാ ഊനിക്ക് എന്താ വിളമ്പിട്ടെന്നൊക്കെ എനിക്കറിയാം.